ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലക്ട്രിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാനിറ്റൈസർ ഉപയോഗിച്ചൊരു റോക്കറ്റ് ഉണ്ടാക്കുകയാണ്. റോക്കറ്റ് എന്ന് വെച്ചാൽ ഇത്തിരി തീയായിട്ടുള്ള കളിയാണ്. അപ്പം നിങ്ങളെല്ലാം സൂക്ഷിച്ച് ചെയ്യുക. അപ്പം റോക്കറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാനിറ്റൈസറിൻ്റെ സഹായത്തോടെ മാത്രം. അപ്പോൾ ഇതാരും വീട്ടിൽ കുഞ്ഞു പിള്ളേരാരും ചെയ്തു വെക്കാതിരിക്കുക. അപ്പം പറഞ്ഞു കിട്ടാനുള്ള നേരം വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതുപോലത്തെ ഒരു 2 കുപ്പി വേണം. ഇതുപോലത്തെ 2 കുപ്പികൾ, കുപ്പി അല്ലാതെ പിന്നെ ഒരു സാനിറ്റൈസർ ഒരു ചെറിയ ഒരു ബോട്ടിലാണ് 25 രൂപയായിരുന്നു. അപ്പോൾ ഇങ്ങനെ സാനിറ്റൈസർ, പിന്നെ അല്ലെങ്കിൽ ഇതുപോലത്തേതായാലും മതി. ഇപ്പോൾ 2 വെച്ച് നമ്മൾ ടെസ്റ്റ് അടിക്കുന്നുണ്ട്. ഇതിപ്പോൾ വെള്ളം പോലെ ഇരിക്കുന്നതാണ്. ഇത് നല്ല കട്ടിയുള്ള സാനിറ്റൈസറാണ്. അപ്പോൾ ഇതും അല്ലാതെ പിന്നെ ഒരു തീപ്പെട്ടിയും കൂടെ വേണം. ഇത്ര സാധനങ്ങൾ മതി നമുക്ക് ഫസ്റ്റ്. പിന്നെ ആദ്യം നമ്മൾ ഈ കുപ്പിയിൽ ഒരു ഹോള് കാണാൻ കഴിയും. ഈ ഹോള് നമ്മൾ ഇട്ട് കൊടുക്കുക. 2 കുപ്പിയിലും ഹോൾ ഇടുക. ഫസ്റ്റ് ഇതാണ് നമ്മുടെ പരിപാടി. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഏകദേശം പരിപാടി കഴിഞ്ഞു. അപ്പം ഇങ്ങനത്തെ ഒരു കുപ്പി എടുക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പിക്ക് അത്യാവശ്യം ചെറിയൊരു വെയിറ്റിംഗ് വേണം. മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണെങ്കിൽ ഇതിൽ നിന്നും കട്ടി കുറവായിരിക്കും. അതുകൊണ്ട് നല്ല കാറ്റ് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതുപോലത്തെ കുപ്പികളൊക്കെ ആയിരിക്കും നല്ലത്. അപ്പം പറഞ്ഞിട്ട് പരിപാടി തുടങ്ങാം. ഇപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് കണ്ട ഇതുപോലത്തെ കുപ്പിയിൽ വെള്ളമൊക്കെ കാണും അകത്ത്. ആ വെള്ളമൊക്കെ മാക്സിമം കുടഞ്ഞ് കളഞ്ഞ് ഡ്രൈ ആക്കി നിർത്തുക. 2 കുപ്പി നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുപ്പി ഇങ്ങനെ തുറന്നതിന് ശേഷം ഇതെടുക്കുക. ആദ്യം ഇതെടുത്തിട്ട് ഇങ്ങനെ തുറന്ന് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതിയാവും കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ഒരു ഇത്തിപ്പൂല ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ അടച്ച് കുറച്ച് നേരം ഇതിങ്ങനെ കുടയുക. നല്ല എല്ലാ ഏരിയയിലും എത്തണം കേട്ടോ. കുപ്പിയുടെ എല്ലാ ഭാഗത്തും സാനിറ്റൈസർ എത്തണ രീതിയിൽ നല്ലോണം ഒന്ന് കുടഞ്ഞു കൊടുക്കുക. ഇതിലൊരു പിശുക്കും കാണിക്കില്ല. ഇതിൽ പിശുക്ക് കാണിക്കുന്നതിന് നമ്മളെ പെർഫോമൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും ഈ റോക്കറ്റിൻ്റെത്. ഇപ്പോൾ ഗൈസ് പരിപാടി തുടങ്ങാം. നേരത്തെ കഴിഞ്ഞ ഒരു തവണ ഇതിപ്പം അന്ന് ചെയ്ത വീഡിയോ അല്ല, ഇതിപ്പം ഇതുതൊട്ടുള്ളത് പിന്നൊരു ദിവസം ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ തവണ ചെയ്തപ്പോഴത്തേക്ക് പറ്റിയില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹോളൊന്നും കറുത്തല്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഹോളൊന്നും കറുത്തല്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അന്ന് ചെയ്യാനുള്ള സമയം കിട്ടില്ല. പിന്നെ ഒരു ദിവസമാണ് ഇതിൻ്റെ ബാക്കി ചെയ്യുന്നത്. അപ്പം ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യണേ. അപ്പം ഇങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് അത്യാവശ്യം നല്ലവണ്ണം കുലുക്കുക. മാക്സിമം ഈ പുല്ലൊന്നും ഇല്ലാത്ത പ്ലെയിൻ തറയിൽ ചെയ്യാൻ നോക്കുക. അപ്പം ഞാൻ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിക്കാം. ടെസ്റ്റ് അടിച്ചതിന് ശേഷം നമുക്ക് നല്ല പ്ലേസിലൊക്കെ വെച്ചൊന്ന് റെഡിയാക്കി നോക്കാം. അപ്പം മാക്സിമം നല്ലോണം ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്തിട്ട് ഇതുപോലെ വയ്ക്കുക. വെച്ചതിന് ശേഷം നൈസിന് അതിൻ്റെ ബാക്കിൽ തീ കത്തിച്ച് വെച്ച് കൊടുക്കുക. അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല ചെറിയ പുകയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ പുല്ലൊക്കെ ആയതുകൊണ്ടാണ് അവിടെ ഇടിച്ച് നിന്നത്. നീ എടുത്തോണ്ടെന്ന് പുല്ലൊക്കെ ആയതുകൊണ്ടാണ് ഇടിച്ച് നിന്നത്. അല്ലായിരുന്നെങ്കിൽ നല്ലോണം പോയേനെ. അപ്പോൾ നല്ല ഇത്തിരി വിഷയമുള്ള കേസാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല രീതിയിൽ ഹീറ്റ് പുറത്ത് വരണതുകൊണ്ട് തന്നെ നമ്മൾ കൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൈ പൊള്ളിച്ചുകൊണ്ട് അങ്ങ് പോവും. അതുകൊണ്ട് തന്നെ ഇത്തിരി കാര്യമായിട്ട് എടുക്കുക. അപ്പോൾ ഇതുണ്ട് എൻ്റെ അകത്ത് പുക നിറഞ്ഞിരിക്കുക. കാണിച്ചു തരാം. കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പം പുകയാണ് എൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്നത്. ഇനി കുറച്ച് സാനിറ്റൈസറും കൂടെ ബാക്കിയുണ്ട്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. ഒന്നും കൂടെ ചെയ്ത് നോക്കാം. എൻ്റെ അകത്ത് ഇത്തി ബാക്കിയുണ്ട്. അതും കൂടെ കുലുക്കി ഇങ്ങനെ വെച്ച് നോക്കിയാൽ പോവില്ലെന്നും കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെക്കം നമുക്ക് പരിപാടികളെല്ലാം തീർക്കണം. ഇതിപ്പോൾ ടെസ്റ്റാണ്. അടുത്ത തവണ നമുക്ക് ഒത്തിരി കൂടെ നല്ല സെറ്റ് ചെയ്തുള്ള വീഡിയോ എടുക്കാം. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് അടിച്ച് റെഡിയാക്കി നോക്കാം. ഇതാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ കട്ടിയുള്ള സാനിറ്റൈസർ അത്ര പോരാ. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത്. ഇപ്പം ലൂസായിട്ടുള്ള ഇത് സ്പിരിറ്റില്ലേ, അതുപോലത്തെ സാധനമാണ്. അപ്പോൾ നമുക്കൊന്ന് സെറ്റാക്കി നോക്കാം. പിന്നെ ഒരു ഭംഗിക്കൊക്കെ വേണ്ടി കോണൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ നമ്മളിവിടെ ലീഫൊക്കെ വയ്ക്കണമെന്ന് വിചാരിച്ചു. പിന്നെ നടന്നില്ല. അത്രയ്ക്ക് വെച്ച് അവസാനം അലമ്പാവണ പോലെ തോന്നിയിട്ട് പിന്നെ ഇതൊക്കെ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ തീപ്പെട്ടി എടുക്കത്തില്ല. തീപ്പെട്ടി എടുക്കുക ആൾ പോയിട്ടുണ്ട്. അതുവരെ നമുക്കൊന്ന് ജസ്റ്റ്
നല്ലോണം ഇതൊന്ന് കുലുക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ നല്ല ഹൈറ്റിൽ പൊങ്ങത്തുള്ളൂ. പക്ഷേ നമ്മൾ ഒരു വാട്ടർ റോക്കറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാർഡ് ഇപ്പോൾ മേളിൽ വരും. ഇത് തന്നെയാണ്. അപ്പോൾ ഈ കാർഡ് കയറി കണ്ടാൽ നമ്മൾ നേരത്തെ ഒരു വാട്ടർ റോക്കറ്റ് ചെയ്തിട്ടുണ്ട്. അത് അടാറായിട്ട് പൊങ്ങിപ്പോയൊരു സാധനം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അത്ര എഫക്റ്റ് ഒന്നുമില്ല സാനിറ്റൈസർ റോക്കറ്റിന്. എന്നാലും സാനിറ്റൈസർ ഉപയോഗിച്ച് ഇത് പോകുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് കാര്യം നല്ല ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ സാനിറ്റൈസറിൻ്റെ വേറെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, സാനിറ്റൈസർ നമ്മൾ മാർബിളിലൊക്കെ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ അത് കത്തുന്നത് അറിയാൻ കഴിയത്തില്ല. വെള്ളം കിടക്കുന്ന പോലെ കിടക്കും, പക്ഷേ അത് കത്തിയായിരിക്കും. നമ്മൾ പേപ്പർ വല്ലതും വെച്ച് അടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ അത് അറിയാൻ കഴിയും. അപ്പോൾ അത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ കുഞ്ഞുപിള്ളേരാരും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊരു കാര്യം അറിഞ്ഞു. എൻ്റെ കൈ കണ്ട അതിൻ്റെ ചോരയൊന്നും അല്ലത്, ഒരു ചുമന്ന കളർ. അപ്പോൾ അത് എവിടെ നിന്ന് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കാണ് ഇവിടെ നിന്നാണ്ട കളറ് പോയേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാനിറ്റൈസർ വീണിട്ടാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ സാനിറ്റൈസറിൻ്റെ പുറത്തോട്ട് ഒഴിക്കുകയാണേ. ഒഴിച്ചിട്ടുണ്ടോ എന്ന് തടവി നോക്കാം. കേസ് അപ്പോൾ ആ ചുമന്ന കളറ് നമ്മളെ കുപ്പിയിൽ നിന്ന് തന്നെ വന്നതാണ്. സാനിറ്റൈസർ ആണ്ട് ഈ സ്റ്റിക്കറിലൊക്കെ വീഴുമ്പം അതിൻ്റെ കുപ്പിയിലെ കളർ ഇങ്ങനെ ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം അതിൻ്റെ ഒരു പവർ കാണിക്കുന്നതാണ്. അപ്പോൾ ഞാൻ സാനിറ്റൈസർ ആണ്ട് ഇതിലോട്ട് ഒഴിച്ചപ്പോഴത്തേണ്ട കുപ്പിയിലെ കവറിൻ്റെ കളർ ഇങ്ങനെ ഇളവി വരെയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കണ്ടപ്പോൾ കാണിച്ചതന്നേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ചെയ്യുന്നത്. അതേ മെത്തേഡിൽ തന്നെയാണ് ഞാനും ചെയ്തത്. അപ്പോൾ അവരും ചെയ്തപ്പോഴേ അത്യാവശ്യം ഒത്തിരി കൂടെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനും അവർ ചെയ്തൊക്കെ ഏകദേശം അടുത്തൊക്കെ എത്തി. അപ്പോൾ നിങ്ങളൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. കുഞ്ഞുപിള്ളേരാരും ചെയ്യാതിരിക്കുക, അത് പ്രത്യേകം പറയുന്നതാണ്. അപ്പോൾ വലിയവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ചെയ്ത് നോക്കുക. സംഭവം ഒരു ഫണ്ണ് തന്നെയാണ്. അപ്പം ഒരു ഹൈ ലെവൽ അല്ലെങ്കിലും അത്യാവശ്യം നല്ല ഫണ്ണുള്ള സംഭവം തന്നെയാണിത്. അപ്പം സംഭവം ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മളെ സാനിറ്റൈസർ റോക്കറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ എന്നും പറയണ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടൂ. പിന്നെ ഇതുപോലത്തെ കിടക്കാച്ച വീഡിയോസ് അടുത്തവണ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അരുണസ്. ഗുഡ് ബൈ.